കേരളത്തിന്റെ വടക്കൻ ഭാഗത്ത് മലയുകളും കാടുകളും നിറഞ്ഞ ഒരു ഭൂമി ഉണ്ടായിരുന്നു. വയനാട് മഞ്ഞുമൂടിയ മലനിരകൾ, നിശ്ശബ്ദമായ കാടുകൾ, മന്ദഗതിയിൽ ഒഴുകുന്ന നദികൾ, പ്രകൃതിയുടെ ശാന്തതയിൽ മറഞ്ഞിരുന്ന ഒരു ദേശം. ഈ ശാന്തമായ ഭൂമിയിൽ ഒരു രാജകുടുംബം ജീവിച്ചിരുന്നു. കോട്യം രാജവംശം. ആ കുടുംബത്തിൽ ജനിച്ച ഒരാൾ പിന്നീട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ശക്തമായ പേരായി മാറി പഴശ്ശി രാജ. അദ്ദേഹത്തിന്റെ ബാല്യകാലം കാടുകളോടൊപ്പം ചേർന്നതായിരുന്നു. അവൻ വളർന്നത് പ്രകൃതിയുടെ മധ്യത്തിൽ, മരങ്ങളുടെയും കാറ്റിന്റെയും മഴയുടെ ശബ്ദത്തിന്റെയും കൂടെ. ഇത് അവന്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. ചെറുപ്പത്തിൽ തന്നെ അവൻ കാടുകളുടെ വഴികൾ അറിയാൻ തുടങ്ങി. വളവുകളും പാതകളും, മരങ്ങളുടെ ഇടയിലൂടെ മറഞ്ഞിരിക്കുന്ന വഴികളും, ഇവയെല്ലാം അവന് വളരെ സ്വാഭാവികമായി മാറി. അവൻ ഒരു രാജകുമാരൻ ആയിരുന്നെങ്കിലും സാധാരണ ജീവിതത്തോട് അടുത്തവനായിരുന്നു. പ്രാദേശിക ജനങ്ങളുമായി, പ്രത്യേകിച്ച് ആദിവാസികളുമായി അവന് അടുത്ത ബന്ധമുണ്ടായി. അവരിൽ നിന്ന് അവൻ പല കാര്യങ്ങളും പഠിച്ചു. കാട്ടിൽ ജീവിക്കുന്നത്, മറഞ്ഞു നീങ്ങുന്നത്, സഹനശക്തി. ഈ അറിവുകൾ അവന്റെ ഭാവിയിൽ വലിയ പങ്കുവഹിച്ചു. കാലം കടന്നുപോയപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി. വിദേശ ശക്തികൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുവരികയായിരുന്നു. ആദ്യത്തിൽ വ്യാപാരികളായി, പിന്നീട് ഭരണാധികാരികളായി മാറാൻ ശ്രമിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവരുടെ ലക്ഷ്യം വ്യാപാരം മാത്രം അല്ലായിരുന്നു, ഭരണം, ഭൂമിയും അധികാരവും കൈവശപ്പെടുത്തുക. കേരളത്തിലെ പല ചെറിയ രാജ്യങ്ങളും ഇതിന്റെ സ്വാധീനത്തിൽപ്പെട്ടു. കോട്യം രാജവംശവും ഈ മാറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞില്ല. പഴശ്ശി രാജ ഈ സംഭവങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു. അവൻ മനസ്സിലാക്കി, ഇതൊരു സാധാരണ മാറ്റമല്ല, ഇത് ഒരു വലിയ വെല്ലുവിളിയുടെ തുടക്കമാണ്. കാടുകളുടെ ശാന്തതയിൽ ഒരു പുതിയ പോരാട്ടത്തിന്റെ വിത്തുകൾ വളരാൻ തുടങ്ങി. ഇപ്പോൾ വരെ അവൻ ഒരു രാജകുമാരൻ മാത്രമായിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ അവൻ ഒരു പോരാളിയായി മാറാൻ പോകുന്നു. ഈ ശാന്തമായ വയനാട് കാടുകൾ വളരെ വേഗത്തിൽ യുദ്ധത്തിന്റെ സാക്ഷികളായി മാറും. ഇതാണ് പഴശ്ശി രാജയുടെ കഥയുടെ തുടക്കം. ഒരു കാടുകളിൽ വളർന്ന രാജകുമാരൻ, കേരളത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഒരു വീരൻ. ഇനി ഈ കഥ മുന്നോട്ടു പോകുമ്പോൾ ബ്രിട്ടീഷുകാരുമായുള്ള സംഘർഷം എങ്ങനെ ആരംഭിച്ചു, അവൻ എങ്ങനെ പ്രതികരിച്ചു, എല്ലാം നമുക്ക് ശാന്തമായി കണ്ടു മനസ്സിലാക്കാം. കാലം മന്ദഗതിയിൽ മാറിക്കൊണ്ടിരുന്നു. വയനാട് കാടുകളുടെ ശാന്തതയിൽ ഒരുതരം മാറ്റത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. വിദേശ ശക്തികൾ ഇപ്പോൾ കൂടുതൽ ശക്തമായി ഇന്ത്യയിലെത്തിയിരുന്നു. ആദ്യത്തിൽ വ്യാപാരികളായി വന്ന അവർ മന്ദഗതിയിൽ ഭരണത്തിലേക്കുള്ള നിയന്ത്രണം കൈവശപ്പെടുത്താൻ തുടങ്ങി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ സ്വാധീനം വർദ്ധിച്ചു. കോട്യം രാജവംശവും ഈ മാറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞില്ല. നികുതികളും പുതിയ നിയമങ്ങളും, പ്രാദേശിക ഭരണത്തിലേക്ക് ഇടപെടലുകളും, ഇവയെല്ലാം ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു. പഴശ്ശി രാജ ഇത് ശാന്തമായി നിരീക്ഷിച്ചു. അവൻ മനസ്സിലാക്കി, ഇത് സാധാരണ ഭരണപരമായ മാറ്റമല്ല, ഇത് സ്വാതന്ത്ര്യത്തിന് എതിരായ ഒരു നീക്കമാണ്. ബ്രിട്ടീഷുകാർ വയനാട് പ്രദേശത്ത് കൂടുതൽ നിയന്ത്രണം നേടാൻ ശ്രമിച്ചു. അവർ നികുതി ഈടാക്കാൻ തുടങ്ങി. പ്രാദേശിക ജനങ്ങൾ ഇത് എതിർത്തു. കാടുകളിൽ ജീവിച്ചിരുന്നവർക്ക് ഇത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. പഴശ്ശി രാജ ജനങ്ങളുടെ വേദന മനസ്സിലാക്കി. അവൻ അവരോടൊപ്പം നിന്നു. ഇപ്പോൾ അവൻ ഒരു രാജകുമാരൻ മാത്രമല്ല, ഒരു നേതാവായി മാറുകയായിരുന്നു. അവൻ തീരുമാനിച്ചു, വിരുദ്ധമായി നിലകൊള്ളാൻ. മന്ദഗതിയിൽ പ്രതിരോധം ആരംഭിച്ചു. ആദ്യത്തിൽ ചെറു പ്രതിഷേധങ്ങൾ, പിന്നീട് സംഘടിതമായ പ്രതികരണം. ബ്രിട്ടീഷുകാർ ഇത് ചെറുതായി കണ്ടു. പക്ഷേ പഴശ്ശി രാജയുടെ നീക്കങ്ങൾ വളരെ സൂക്ഷ്മമായിരുന്നു. അവൻ നേരിട്ട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചില്ല. അവൻ കാടുകളെ തന്റെ ശക്തിയായി മാറ്റി. വഴികളും മറഞ്ഞ പാതകളും പ്രകൃതിയുടെ മറവുകളും ഇവയെല്ലാം അവന്റെ ആയുധങ്ങളായി മാറി. അവൻ പ്രാദേശിക ജനങ്ങളെയും ആദിവാസികളെയും കൂട്ടുപിടിച്ചു. അവർക്കൊപ്പം ഒരു പുതിയ രീതിയിലുള്ള പോരാട്ടം ആരംഭിച്ചു. ഗെറില്ല യുദ്ധം, വേഗത്തിൽ ആക്രമിക്കുക, മടങ്ങി മറയുക. ഇത് ബ്രിട്ടീഷുകാർക്ക് പരിചിതമല്ലാത്ത ഒരു രീതിയായിരുന്നു. അവർ ആശയക്കുഴപ്പത്തിലായി. കാടുകളിൽ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പ്രയാസമായി. പഴശ്ശി രാജ ഈ സാഹചര്യം തന്റെ പക്ഷത്തേക്ക് മാറ്റി.
മന്ദഗതിയിൽ ഈ ചെറിയ ഏറ്റുമുട്ടലുകൾ വലിയ സംഘർഷങ്ങളായി മാറാൻ തുടങ്ങി. വയനാട് കാടുകൾ ഇപ്പോൾ ശാന്തമായ ഒരു സ്ഥലമല്ല, ഒരു പ്രതിരോധത്തിന്റെ കേന്ദ്രമായി മാറി. വയനാട് കാടുകൾ ഇനി പഴയപോലെ ശാന്തമല്ലായിരുന്നു. മരങ്ങളുടെ ഇടയിൽ കാറ്റ് മന്ദഗതിയിൽ ഒഴുകിയെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരു മറഞ്ഞ പോരാട്ടത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു നേതാവായി മാറിയിരുന്നു. അവൻ നേരിട്ട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചില്ല. അവൻ കാടുകളെ തന്നെ തന്റെ ശക്തിയായി മാറ്റി. മറഞ്ഞ പാതകൾ, താഴ്ചകളിൽ ഒളിഞ്ഞിരിക്കുന്ന വഴികൾ, മരങ്ങളുടെ ഇടയിലൂടെ നീങ്ങുന്ന ചെറിയ വഴികൾ, ഇവയെല്ലാം അവന്റെ സൈന്യത്തിന് പരിചിതമായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്ത് മുന്നോട്ടു നീങ്ങാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് ഈ കാടുകൾ അപരിചിതമായിരുന്നു. വഴി തെറ്റുകയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. പഴശ്ശിരാജയുടെ സൈന്യം വേഗത്തിൽ നീങ്ങി. അവർ പ്രതീക്ഷിതമായി ആക്രമിച്ചു. അവിടെ തന്നെ നിന്നില്ല, മടങ്ങി മറഞ്ഞു. ഇത് ഒരു പുതിയ രീതിയിലുള്ള യുദ്ധമായിരുന്നു. ഗെറില്ല യുദ്ധം. വലിയ സൈന്യങ്ങളില്ലാതെ ചെറിയ സംഘങ്ങളായി വേഗത്തിൽ ആക്രമിക്കുക, അവസാനിക്കും മുൻപ് മാറി നിൽക്കുക. ബ്രിട്ടീഷുകാർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പ്രയാസമായി. അവർ കൂടുതൽ സൈന്യമയച്ചു, കൂടുതൽ നിയന്ത്രണം നേടാൻ ശ്രമിച്ചു. പക്ഷേ കാടുകൾ പഴശ്ശിരാജയുടെ പക്കലായിരുന്നു. പ്രാദേശിക ജനങ്ങൾ അവനെ പിന്തുണച്ചു. ആദിവാസികൾ അവന് വഴികാട്ടികളായി. അവരുടെ സഹായം ഈ പോരാട്ടത്തിൽ നിർണായകമായി. രാത്രികളിൽ, മഴയിൽ, മൂടൽമഞ്ഞിൽ പോരാട്ടം തുടരുകയായിരുന്നു. ഒരിക്കൽ ഒരു ചെറിയ സംഘർഷം, മറ്റൊരു ദിവസം വലിയ ആക്രമണം. ഇത് ഒരു നീണ്ട പോരാട്ടമായി മാറി. പഴശ്ശിരാജയുടെ പേര് ഇപ്പോൾ ഒരു പ്രതീകമായി മാറി. സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം, ധൈര്യത്തിന്റെ പ്രതീകം. ബ്രിട്ടീഷുകാർ അവനെ പിടിക്കാൻ ശ്രമിച്ചു പലതവണ. പക്ഷേ അവൻ പിടിയിലായില്ല. കാടുകൾ അവനെ സംരക്ഷിച്ചു. കാലം കടന്നുപോയപ്പോൾ ഈ പോരാട്ടം കൂടുതൽ ശക്തമായി. ഇത് ഒരു സാധാരണ യുദ്ധമല്ലായിരുന്നു, ഒരു ജീവിതരീതിയായി മാറി. വയനാട് കാടുകൾ ഇപ്പോൾ ഒരു യുദ്ധഭൂമിയായിരുന്നു. പക്ഷേ അതിന്റെ ഉള്ളിൽ ഇന്നും ഒരു ശാന്തത ഉണ്ടായിരുന്നു. കാറ്റിന്റെ ശബ്ദം, മഴയുടെ ശബ്ദം, ഇവയെല്ലാം ഈ പോരാട്ടത്തിന്റെ പശ്ചാത്തലമായി തുടരുകയായിരുന്നു. പഴശ്ശിരാജ അവസാനം വരെ പോരാടാൻ തയ്യാറായിരുന്നു. അവന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു: സ്വാതന്ത്ര്യം. ഈ പോരാട്ടം എത്രകാലം നീണ്ടാലും അവൻ പിൻവാങ്ങില്ല. കാലം മന്ദഗതിയിൽ മുന്നോട്ട് നീങ്ങി. വയനാട് കാടുകളിൽ പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ കൂടുതൽ അനുഭവസമ്പന്നനായ ഒരു നേതാവായിരുന്നു. പക്ഷേ ഈ നീണ്ട പോരാട്ടം അവനെയും അവന്റെ സൈന്യത്തെയും ക്ലാന്തരാക്കി. ബ്രിട്ടീഷുകാർ ഇപ്പോൾ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങി. അവർ കൂടുതൽ സൈന്യവും പുതിയ തന്ത്രങ്ങളും ഉപയോഗിച്ചു. കാടുകളെ ചുറ്റിപ്പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊരു വലിയ നിമിഷമായി മാറി. അവൻ അവസാനമായി പോരാടി. അവന്റെ ധൈര്യം അവസാനം വരെ നിലനിന്നു. അവൻ കീഴടങ്ങിയില്ല. ആ കാടുകളിൽ തന്നെ അവന്റെ ജീവിതം അവസാനിച്ചു. വയനാട് കാടുകൾ ഒരു നിമിഷം നിശ്ശബ്ദമായി നിന്നുപോലെ തോന്നി. കാറ്റുപോലും മന്ദഗതിയിൽ ഒഴുകി. ഒരു പോരാളിയുടെ കഥ അവിടെ അവസാനിച്ചു. പക്ഷേ അവന്റെ പേര് അവിടെ അവസാനിച്ചില്ല. പഴശ്ശിരാജ ഒരു ഓർമ്മയായി മാത്രം മാറിയില്ല, ഒരു പ്രതീകമായി മാറി. സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം, ധൈര്യത്തിന്റെ പ്രതീകം. കാലം കടന്നുപോയപ്പോൾ കേരളം മാറി, ഇന്ത്യ മാറി. പക്ഷേ ഈ കഥ ഇന്നും ജീവിക്കുന്നു. വയനാട് കാടുകളിൽ, മഴയുടെ ശബ്ദത്തിൽ, മരങ്ങളുടെ ചലനത്തിൽ, ഒരു പഴയ പോരാട്ടത്തിന്റെ ഓർമ്മയായി നമ്മൾ ഈ കഥയിൽ കണ്ടത്. ഒരു രാജകുമാരന്റെ വളർച്ച, ഒരു പോരാളിയുടെ ഉയർച്ച, ഒരു നീണ്ട പോരാട്ടം, അവസാനം ഒരു ത്യാഗം. പഴശ്ശിരാജയുടെ ജീവിതം ഒരു പഠനമാണ്. സ്വാതന്ത്ര്യം എത്ര വിലപ്പെട്ടതാണെന്ന്, അതിനുവേണ്ടി എത്ര ത്യാഗം ആവശ്യമാണെന്ന്. ഇപ്പോൾ കാട് വീണ്ടും ശാന്തമാണ്. കാറ്റ് മന്ദഗതിയിൽ ഒഴുകുന്നു. ഒരു കഥ അവസാനിക്കുമ്പോൾ മറ്റൊരു കഥ തുടങ്ങുന്നു. അങ്ങനെ പഴശ്ശിരാജയുടെ കഥയും നമ്മുടെ മനസ്സിൽ ഒരു ശാന്തമായ ഓർമ്മയായി തുടരുന്നു.